റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ജാഗ്വാർ ലാൻഡ് റോവർ നേരിട്ട സൈബർ ആക്രമണത്തെ തുടർന്ന് ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന കമ്പനി പരിമിതമായ തോതിൽ നിർമ്മാണം പുനരാരംഭിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ വോൾവർഹാംപ്ടണിലുള്ള എഞ്ചിൻ നിർമ്മാണശാലയാണ് ആദ്യം പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. ചില ജീവനക്കാർ ഇതിനോടകം തന്നെ തിരികെ ജോലിയിൽ എത്തി. അതോടൊപ്പം സ്ലൊവാക്യയിലെ നൈട്രിയയിലും സോളിഹലിലുമുള്ള ഫാക്ടറികളിലും ഈ ആഴ്ച അവസാനത്തോടെ പരിമിതമായ ഉൽപാദനം പുനരാരംഭിക്കുവാൻ നീക്കങ്ങൾ നടക്കുകയാണ്. നൈട്രിയിൽ ലാൻഡ് റോവർ ഡിഫൻഡർ നിർമ്മിക്കുമ്പോൾ സോളിഹലിൽ റേഞ്ച് റോവർ പോലെയുള്ള ആഡംബര മോഡലുകൾ നിർമ്മിക്കപ്പെടുന്നു. കമ്പനി തന്റെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഉൽപാദനം പുനരാരംഭിക്കുന്നതിനായി ഘട്ടം ഘട്ടമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഓഗസ്റ്റ് അവസാന ദിവസം നടന്ന സൈബർ ആക്രമണം JLRന്റെ ഉൽപാദന സംവിധാനങ്ങളെ താറുമാറാക്കിയിരുന്നു. ബ്രിട്ടനിൽ 4 പേരിൽ ഒരാൾക്ക് തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ ബന്ധു, സുഹൃത്ത് മദ്യം അമിതമായി കഴിക്കുന്നുവെന്ന ഭയം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. 2000 പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ 6 ഒരാൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ലഹരിമരുന്നുകൾക്ക് അമിതമായി ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയും പ്രകടിപ്പിച്ചു. കൊക്കൈൻ, കാനബീസ് തുടങ്ങിയ മയക്കുമരുന്നുകളുടെ ആസക്തിയും മദ്യലഹരിയുമാണ് വിദഗ്ധർ വ്യാപകമായ മഹാമാരിയായി വിശേഷിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഓരോ വർഷവും 3 ലക്ഷത്തിലധികം പേർക്ക് മദ്യം അല്ലെങ്കിൽ ലഹരിമരുന്ന് സംബന്ധമായ ചികിത്സ നൽകുകയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു. 2009-10 ശേഷം ഏറ്റവും ഉയർന്ന തോതിലുള്ള ചികിത്സ വേണ്ടിവരുന്നത് ഇതാദ്യമായിട്ടാണ്. 2019 മുതൽ ആസക്തി നിർബന്ധമായ ചികിത്സ തേടുന്നവരുടെ എണ്ണം 40% വർദ്ധിച്ചതായിട്ടാണ് പ്രിയറി ഗ്രൂപ്പിന്റെ മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ നിയൽ ക്യാമ്പൽ വ്യക്തമാക്കുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഇപ്പോൾ ഈ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ഇസ്രായേലിന്റെ ഗാസ യുദ്ധത്തിന് വഴിയൊരുക്കിയ ഹമാസ് ഭീകരാക്രമണത്തിന്റെ 2ാം വാർഷികത്തിൽ ബ്രിട്ടനിൽ ഫലസ്തീൻ അനുകൂലികൾ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനെതിരെ ജനരോഷം ഉയരുന്നു. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിന് ബ്രിട്ടന് നിരക്കാത്തതാണെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കുറ്റപ്പെടുത്തി. ബ്രിട്ടനിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടത്താനിരിക്കുന്ന പ്രതിഷേധങ്ങൾ മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതാണെന്ന് സ്റ്റാർമർ ടൈംസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ വിമർശിച്ചു. ചില ബ്രിട്ടനിലെ ജൂതരെ ആക്രമിക്കുവാനുള്ള ന്യായമായി ഈ റാലികളെ ഉപയോഗിക്കുകയാണെന്നും പ്രധാനമന്ത്രി പ്രസ്താവിച്ചു. ഹമാസ് ഇസ്രായേലിന്റെ മണ്ണിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം UK ജൂതമത സമൂഹത്തിനെതിരായ വിദ്വേഷം വളരുകയാണെന്ന് കീർ സ്റ്റാർമർ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്ററിലെ സിനഗോഗിൽ നടന്ന ഭീകരാക്രമണത്തിൽ 2 വിശ്വാസികളാണ് കൊല്ലപ്പെട്ടത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഓപ്പറേഷൻ നുങ്കോറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടുവാൻ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി. കസ്റ്റംസ് നിയമപ്രകാരം വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കുമെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നും കോടതി കസ്റ്റംസിന് നിർദ്ദേശം നൽകി. ആവശ്യം നിരസിക്കുകയാണെങ്കിൽ രേഖകളടക്കം അതിന്റെ കാരണങ്ങൾ അറിയിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ പറഞ്ഞു. നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത തന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തെന്നും അത് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത്. ദുൽഖറിന്റെ ഹർജി നിലനിൽക്കില്ല എന്നതായിരുന്നു കസ്റ്റംസിന്റെ വാദം. നിയമപ്രകാരം പരിശോധന നടത്തുവാനും പിടിച്ചെടുക്കുവാനും കസ്റ്റംസിന് അധികാരമുണ്ട്. അന്വേഷണം ആദ്യഘട്ടത്തിലാണ്. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും വാഹനം പിടിച്ചെടുത്തതും. രാജ്യത്തിലേക്ക് കടത്തിയ 150-ലേറെ വാഹനങ്ങൾ കേരളത്തിലുണ്ട്. ദുൽഖറിന്റെ മറ്റു 2 കാറുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. അവ പിടിച്ചെടുത്തതിനെ നടൻ എതിർത്തിട്ടില്ല. വാഹനം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ആപ്ലറ്റ് ട്രിബ്യൂണലിനെയോ അത് കഴിഞ്ഞ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയോ സമീപിക്കാമെന്നും കസ്റ്റംസ് വാദിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് സമ്മാനം നൽകുവാൻ സർക്കാർ. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ശാസ്ത്രമേളയ്ക്ക് 1 കിലോ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് നിർമ്മിക്കുവാൻ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ നിന്ന് ₹1 വീതം പിരിച്ചിരുന്നു. എന്നാൽ ഈ തുക ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല. ഈ പണവും കായികമേളയ്ക്ക് വേണ്ടി സമാഹരിക്കുന്ന സ്പോൺസർഷിപ്പ് തുകയിൽ നിന്നുള്ള പണവും ഉപയോഗിച്ചാണ് 117.5 പവൻ സ്വർണ്ണക്കപ്പ് നിർമ്മിക്കുന്നത്. ഈ വർഷം തിരുവനന്തപുരത്താണ് കായികമേള അരങ്ങേറുന്നത്. ജെസ്സി കൊലക്കേസിൽ നിർണായക തെളിവുകളിലൊന്നായ മൊബൈൽ ഫോൺ MG സർവകലാശാല ക്യാമ്പസിലെ പാറക്കുളത്തിൽ നിന്നും കണ്ടെത്തി. ജെസ്സി ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകളിൽ ഒന്നാണ് ഇന്ന് നടന്ന പരിശോധനയിൽ കണ്ടെടുത്തത്. ജെസ്സിയും ഭർത്താവും പ്രതിയുമായ സാംകെ ജോർജ് ആണ് മൊബൈൽ ഫോണുകൾ MG സർവകലാശാലയിലെ പാറക്കുളത്തിൽ ഉപേക്ഷിച്ചത്. സർവകലാശാലയിലെ ടൂറിസം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കൂടിയായ സാം ജെസ്സിയുടെ 2ാമത്തെ ഫോണിനായി തിരച്ചിൽ തുടരുകയാണ്. അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയെ കൊന്ന് കൊക്കയിൽ തള്ളിയ കേസിൽ പ്രതിയായ സാംകെ ജോർജിനെ നേരത്തെ വീട്ടിലും സർവകലാശാല ക്യാമ്പസിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് പലതവണ പറഞ്ഞിട്ടും ജെസ്സി കേട്ടില്ലെന്നാണ് പ്രതി തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞത്. ജെസ്സി മാറി താമസിക്കുന്നതിനായി 5 വീടുകൾ കണ്ടെത്തി. വാടക നൽകാമെന്നും പറഞ്ഞു. എന്നാൽ ജെസ്സി പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സാം പോലീസിനോട് പറഞ്ഞത്. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യൻ അംബാസിഡറായി ക്രിക്കറ്റർ സഞ്ജു സാംസണിനെ തിരഞ്ഞെടുത്തു. പ്രീമിയർ ലീഗ് ഇന്ത്യ ഔദ്യോഗികമായി സമൂഹമാധ്യമ പേജുകളിലൂടെയാണ് സഞ്ജുവിനെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച വാർത്ത പുറത്തുവിട്ടത്. പ്രീമിയർ ലീഗിന്റെ മുംബൈ ഓഫീസിൽ നടന്ന ആരാധക കൂട്ടായ്മയിലും സഞ്ജു പങ്കെടുത്തു.
ന്യൂസിലൻഡിനെതിരെ 6 വിക്കറ്റ് വിജയത്തോടെ വനിതാ ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ വമ്പൻ തിരിച്ചുവരവ്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ 69 റൺസിൽ ഓൾ ഔട്ടായി നാണം കെട്ട ബാറ്റിംഗ് നിര ഇന്നലെ ഉജ്ജ്വല ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് വിജയത്തിൽ നിർണായകമായത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഉയർത്തിയ 232 റൺസ് വിജയലക്ഷ്യം 55 പന്തുകൾ ബാക്കി നൽകിയ ദക്ഷിണാഫ്രിക്ക മറികടന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.97 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.